ഹായ് ഫ്രണ്ട്സ്, ഞാനും മോനും കൂടെ ഇന്നൊന്ന് അവൻ്റെ മുടി ഒന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നമുക്ക് ഇവിടുന്ന് ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ രാമന്തളി സെൻട്രലാവും. അവിടെയാണ് നമുക്ക് ഷോപ്പുള്ളത്. അല്ലേ പിന്നെ പയ്യന്നൂർ ടൗണിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ എളുപ്പ വഴിക്ക് മെയിൻ റോഡിൽ കൂടെ പോകാണ്ട് നമ്മൾ എളുപ്പ വഴിക്ക് പോകുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. മോനിങ്ങനെ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് കണ്ടോ, നല്ല ഉഷാറായിട്ടൊക്കെ നടക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ പോകുന്ന വഴിയെ തന്നെ എൻ്റെ കൂടെ പുറകെ ഇങ്ങ് പോകുന്നോളും. ഈ കാണുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഇലക്ഷൻ്റെ ഇതായതുകൊണ്ട് അവിടെ ഇവിടെ എല്ലാം പോസ്റ്ററുകളൊക്കെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ശിശുമന്ദിരമാണ്, ഇവിടെ അംഗൻവാടിയൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഒരു ആയുർവേദ ഡിസ്പെൻസറി ഉണ്ട്. ഇത് ചേഞ്ചിങ് റോസയാണ്, നിങ്ങളെടുത്തുണ്ടോ? ഇത് ഭയങ്കര രസമാണ്. നാളെ ആകുമ്പോൾ അതിൻ്റെ പൂ നല്ല കളറായിരിക്കും. അങ്ങനെ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ സെൻട്രലിലേക്ക് എത്താനായി. നമ്മുടെ ചെറിയ സ്കൂളാണ് കേട്ടോ. അവിടെ ഈ സെൻട്രലിൽ ഇല്ലാത്ത കാര്യങ്ങളൊന്നുമില്ല. പഞ്ചായത്തുണ്ട്, വില്ലേജുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്, അതുപോലെ ഹോസ്പിറ്റലുണ്ട്, എല്ലാ കാര്യങ്ങളും, ഇലക്ട്രിസിറ്റി എല്ലാം നമുക്ക് ഇവിടെ തന്നെയാണ് കേട്ടോ. നമുക്ക് പയ്യന്നൂർ ടൗണിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞങ്ങൾ ഷോപ്പിലേക്ക് എത്തി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വന്നത്, ആരും ഉണ്ടാവരുതെന്ന്. കാരണം മോൻ്റെ മൂഡ് എപ്പോഴാണ് ചേഞ്ച് ആവുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. എന്തോ ഭാഗ്യത്തിന് ഇന്ന് ആദ്യമായിട്ട് വരുമ്പോഴത്തേക്കിനും ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേഗം ഉള്ളിലേക്ക് കയറിയ പാട് ആൾ ആ ചെയറിലേക്ക് തന്നെ ആ ചെയറിലേക്ക് കയറിയിരുന്നു. അല്ലെങ്കിൽ ഞാൻ നിർബന്ധിച്ച് കയറ്റിയിരുത്തുമൊക്കെ വേണം. ഇന്ന് ആൾ ഹാപ്പി ആയിരുന്നേ. വയറൊക്കെ ഫുള്ളാക്കിയിട്ടൊക്കെയാണ് ഞാൻ പോയത്. ഈ മുടി മുറിക്കുന്ന ചെക്കൻ ഇവനാണ് എപ്പോഴും മുടി മുറിച്ച് കൊടുക്കുന്നത്. ഇവൻ ഏകദേശം എൻ്റെ മോൻ്റെ പ്രായം തന്നെയുള്ളൂ. സാഹിർ എന്നാണ് പേര്. അവന് അപ്പോൾ ഇവൻ്റെ മൂഡൊക്കെ അറിയാം. അതുകൊണ്ട് അവൻ വേഗം കട്ട് ചെയ്യാനായിട്ടിടാം. ഞാൻ പറഞ്ഞു കുറച്ച് അടിയോടെ എടുത്തോളാൻ പറഞ്ഞു. കാരണം ഇവൻ്റെ ഹെയറിൽ ഭയങ്കര താരനായിരുന്നേ, ഭയങ്കര തിക്കായിട്ടുള്ള ഹെയറാണ്. അപ്പം കുറച്ച് അടിയോടെ മുറിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ തന്നെ എടുത്തു. ട്രിമ്മർ ഉള്ളത് കൊണ്ട് ഈ അതും കുറച്ചുകൂടെ ഹാപ്പിയാണ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക, അതുമായിട്ട് അവനെ ഈ സിസേഴ്സ് വെക്കുന്നേക്കാളും ഇഷ്ടം ഇതാണ്. അതുകൊണ്ട് ആ വൈബ്രേഷനൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ ഇതാണല്ലോ. ഇത് നമ്മൾ അവിടെ നിന്ന് കാണും, വെളിയിലേക്ക് ഉള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. സെൻട്രലാണ്, രാമന്തളി സെൻട്രൽ എന്നാണ് പറയുന്നത്. അങ്ങനെ ഏകദേശം കട്ടിങ്ങൊക്കെ കഴിയാനായിട്ടുണ്ട്. ഇതുവരെയും കുഴപ്പമൊന്നുമില്ല. അത് കണ്ടോ, നല്ല സുന്ദരനായിട്ടില്ലേ മോൻ? അടിപൊളിയായിട്ടുണ്ട്. എന്തെല്ലോ പറയുമ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ല, ചില ദിവസങ്ങളിൽ പോയാലുണ്ടല്ലോ അവിടെ നിന്ന് നമ്മളെ ഒന്നിനും വിടുകയില്ല. ഒരു 2 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മൾ എങ്ങനെയൊക്കെയോ മുറിച്ചിട്ട് രക്ഷപ്പെട്ട ഓടലാണ്. ഇപ്പം പ്രായം കുറച്ചാവുന്നതിനായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളും അതിലുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. തെറാപ്പിയും കാര്യങ്ങളും ഒക്കെ സ്കൂളിൽ നിന്ന് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്നോട് ഞാൻ താരൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വീട്ടിൽ പോയിട്ട് നാരങ്ങയും വെളിച്ചെണ്ണയും കൂടെ, നാരങ്ങ നീരും വെളിച്ചെണ്ണയും കൂടെ മിക്സാക്കിയിട്ട് തലയിൽ പുരട്ടുക. അതിന് ശേഷം ഒരു 10-15 മിനിറ്റിന് ശേഷം നല്ല ഷാമ്പു ഇട്ടിട്ട് ഒന്ന് കഴുകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കണം. ഒന്നാമത് ഇവൻ്റെ കഴിക്കുന്ന മെഡിസിൻ്റെയൊക്കെ ചൂടും കാര്യങ്ങളും ഒക്കെയാണെന്ന് തോന്നുന്നത് കൂടുതലായിട്ട്. ഇപ്പം വരാൻ തുടങ്ങിയ ഒരു സംഭവങ്ങളാണ് ഈ താരനെല്ലാം. അടിപൊളിയായി സുന്ദരനായിട്ടിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചിരി വെള്ളം വാങ്ങിക്കൊടുക്കാമെന്ന് വെച്ചിട്ട് അപ്പുറത്തെ കടയിലേക്ക് പോയി. വരുമ്പോഴത്തേനും ചെറിയൊരു ചിണുക്കം വന്നതുകൊണ്ട് ഞാൻ അവിടെ നമ്മുടെ ഒരു ചന്ദ്രേട്ടൻ്റെ കടയാണ്, കടയിൽ കയറിയിട്ട് മുട്ടായി എല്ലാം വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് നിന്നിട്ട് പോയ വഴി തന്നെയാണ് ഞങ്ങൾ വരുന്നത്. അപ്പോഴത്തേക്കിനും നമ്മുടെ മരുമോടെ മോനുണ്ട്, ഉണ്ണിക്കുട്ടൻ, നമ്മളെ കണ്ടുകൊണ്ട് സൈക്കിളിൽ നമ്മുടെ പുറകെ അവൻ ഇങ്ങനെ സെൻറ്ററിലേക്ക് വന്നതായിരുന്നു. നമ്മളെ കണ്ടപ്പോഴത്തേനും നമ്മുടെ കൂടെ തന്നെ അവനിങ്ങനെ പോന്നു. അവൻ ആദ്യക്കുട്ടനെ എന്തെല്ലോ പറഞ്ഞിട്ട് എൻകറേജ് ചെയ്തിട്ട് ഉണ്ട്. ആദ്യക്കുട്ടന് കുഴപ്പമില്ലായിരുന്നു, നടക്കാനൊക്കെ ആൾ ഹാപ്പിയായിട്ട് നല്ല നടന്നെല്ലാം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീടെത്തി. ചേച്ചിയും പൊടിമോള് നല്ല ഉറക്കമായിരുന്നേ. ചേച്ചിയുടെ ഏട്ടൻ്റെ മോടെടുത്ത് ആക്കിയിട്ട് നന്ദുവിൻ്റെ അടുത്താക്കിയിട്ടാണ് പോയത്. അപ്പം ഞങ്ങൾ വന്നെന്ന് വിചാരിച്ച് ചേച്ചി അവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ മോൻ പറഞ്ഞ പോലെ നാരങ്ങയും വെളിച്ചെണ്ണയും എല്ലാം കൂടെ മിക്സാക്കി തേച്ച് കൊടുക്കുക. ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞ് അടിപൊളിയായി. പ്ലീസ് ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക, നമ്മുടെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക.